എന്ന് പറ്റി ഈശ്വറെ എന്നാ പറ്റി പെട്ടെന്ന് വരാൻ പറഞ്ഞേ? പെയിന്റ് അടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരു കൊല്ലം ആയതല്ലേ, എന്നാ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല ചേട്ടാ, വീടൊക്കെ ഓക്കെയാ. എനിക്ക് ഒറ്റൊരു കംപ്ലൈന്റ് ഉള്ളു. ഇത് കണ്ടോ, എപ്പോക്സി മേടിച്ചടിച്ചാണ്, ഓക്കെ. കളർ മങ്ങി. പക്ഷെ താഴത്തിന് കളർ മങ്ങിയിട്ടില്ല. ഇത് രണ്ട് ഐറ്റം ആണോ, രണ്ട് കമ്പനിയാണോ, എന്തുവാന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇത് പ്രോഡക്റ്റിൻ്റെ കംപ്ലൈൻ്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് അടിച്ചിരിക്കുന്ന സർഫസ്, നമ്മൾക്ക് ഈ എപ്പോക്സി പെയിൻറ്റ് UV റെസിസ്റ്റൻ്റ് അല്ല. അതായത് വെയിലത്ത് ഈ സാധനം കിടക്കില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചോക്കിങ് പോലെ, അതായത് നമ്മൾ ഈ സാധനം നിന്ന് തൂത്ത് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ കയ്യിറങ്ങി പോരും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോക്സി പെയിൻറ്റ് ഒരിക്കലും വെയിൽ അടിക്കുന്നത് അടിക്കാൻ പാടില്ല. നമുക്കിപ്പം ഒത്തിരി അടുത്ത് എല്ലാവരും വന്ന് അടിക്കുന്നുണ്ട്. അതായത് എന്തടിക്കുന്നത്, ഡ്രസ് വർക്കിൻ്റെ താഴെ ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഓടിൻ്റെ താഴെ ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇതൊരിക്കലും എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഏരിയയിൽ അടിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ തെറ്റാത്. എന്ന് വെച്ചാൽ ഇത് ചോദിച്ചിട്ട് വേണം പാർട്ടിക്ക് സാധനം കൊടുക്കാൻ. ഇപ്പോൾ എപ്പോക്സി വന്ന് ചോദിക്കും, എടുത്തു കൊടുക്കും. ഏത് കമ്പനിയുടെ എപ്പോക്സി അടിച്ചാലും UV റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഈ സാധനം കിടക്കില്ല. ഇതിന് പകരമായിട്ട് നിങ്ങൾ പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ മേളിൽ സൂപ്പർ സെറ്റ് അല്ലെങ്കിൽ ഈ PU ഇനാമലുണ്ട്. PU ഇനാമൽ എന്നല്ല, PU പെയിൻ്റ് ആണെങ്കിൽ പക്കായിട്ട് കിടന്നോളും. ബഡ്ജറ്റ് അത്ര ഇല്ല, അതിന് കുറച്ച് കോസ്റ്റ്ലിയാണ്. ബഡ്ജറ്റ് അത്ര ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കുറഞ്ഞതായിട്ടുള്ള PU പെയിൻ്റ്, അതായത് ഓട്ടോമോട്ടീവ് പെയിൻ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാ കമ്പനിക്കും തന്നെ ഉണ്ട്. അങ്ങനത്തെ പ്രോഡക്റ്റ് അടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ എപ്പോക്സി ഒരിക്കലും വെളിയിൽ വെയിൽ കൊള്ളുന്നത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായിരിക്കും ഈ താഴത്തത് കളർ മങ്ങാത്തതല്ലേ? ഈ ഒരു മെറ്റൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷെയ്ഡിൻ്റെ അടിയിൽ ഇത് ഡയറക്റ്റ് മറ്റേ വെയിൽ കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് കുഴപ്പമില്ലാതിരിക്കുന്നത്. സെയിം സാധനം തന്നെ അടിച്ചാലും ഇങ്ങനെ, അതായത് എന്താ ഇത് തന്നെ പറയാം, മേളിൽ കുഴപ്പമുണ്ട്, താഴെ കുഴപ്പമില്ല. അപ്പം വേറൊന്നുമല്ല, നിങ്ങൾ അടിക്കുമ്പോൾ പെയിൻറ്റ്, നമ്മൾ ഏത് പെയിൻറ്റ് മേടിക്കുകയെന്ന് ചെയ്യുമ്പം എന്താണ് നിങ്ങളുടെ മോട്ടീവ്, അല്ലെങ്കിൽ എവിടെ അടിക്കാറെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പറയുകയും അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ എന്നാ പറയുന്നത് കംപ്ലൈൻറ്റ് ഇല്ലാതെ നമുക്ക് പെയിൻറ്റിങ് നല്ല വൃത്തിയായിട്ട് കിടക്കും.